ബാക്ക് പെയിൻ ഇല്ലാത്ത ആരാണ് ഇപ്പോൾ ഉള്ളത്? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആയിരിക്കും പറയുന്നത് അയ്യോ മക്കളെ നടുവേദനയാണ് എന്ന് പറയുന്നത്. ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് നടുവേദന വരുന്നുണ്ട് അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരുന്നുണ്ട്. ശരിക്കും നടുവേദനയാണോ ബാക്ക് പെയിൻ എന്താണ് ഇത് എന്നുള്ളത് ആരെങ്കിലും ശരിക്കും നട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന പോലുള്ള മൂവ്മെൻറ്റുകളൊന്നും സാധ്യമല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി കിടന്നു പോകും. പിന്നെ അവിടുന്ന് അല്ലെങ്കിൽ എഴുന്നേക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ബാക്കിൽ വരുന്ന രണ്ട് സൈഡിലുള്ള മസിൽസ് വീക്ക് ആകുമ്പോഴാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ പ്രയോഗമാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദനയാണ് എന്ന് പറയുന്നത്. ശരിക്കും ലോവർ ബാക്ക് മസിൽസ് വീക്ക് ആകുമ്പോഴാണ് ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിയോ? നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര മോശമായതുകൊണ്ടും ബോഡി ഫാറ്റ് കൂടുന്നവർക്കും ശരിക്കും ബോഡി ഫാറ്റ് കുറവുള്ളവർക്കും ഈ ഇഷ്യൂസ് വരാറുണ്ട്. അത് വണ്ണം ഇല്ലാത്തവർക്കും ഇത് വരാറുണ്ട്, വണ്ണം ഉള്ളവർക്കും വരാറുണ്ട്. എല്ലാവർക്കും, അതായത് ഏത് ഫീൽഡ്, IT ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈക്ക് മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എല്ലാ ഫീൽഡിലും ഉള്ള ആൾക്കാർക്ക്, സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നടുവേദന വരാറുണ്ട്. സോ അത് എന്തുകൊണ്ടാണെന്നുള്ള അറിയാമോ? നമ്മൾ കൃത്യമായ രീതിയിൽ ഉറങ്ങാത്തത് കൊണ്ട്, നമുക്ക് കൃത്യമായ രീതിയിൽ ആഹാരം കഴിക്കാത്തത് കൊണ്ട്, എക്സസൈസ് കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ ബോഡി ഫാറ്റ് കൂടുന്നത് കൊണ്ട്, നമുക്ക് മൂവ്മെൻറ്റ് കുറയുമ്പോഴും ഒക്കെയാണ് നമുക്ക് ഈ മസിൽസ് വീക്കായി പോകുന്നത്. അപ്പം എല്ലാവരും അവരവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.